പക്ഷേ അതിനകത്തൊരു അനൗചിത്യമുണ്ട് പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരിക്കുന്നതിനകത്ത് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഇതിനകത്ത് ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ഈ പ്ലേയിലില്ലായിരുന്ന BJP ശ്രമിക്കുമല്ലോ, ശ്രമിച്ചു കഴിഞ്ഞല്ലോ. ഇന്നിപ്പോൾ ഏറ്റവും വലിയ പരസ്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? നന്ദി മോദി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാജീവ് ചന്ദ്രശേഖരനെയും പടം വെച്ചിട്ടാണ് ഈ പറയുന്ന വലിയ പരസ്യം BJP കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഞങ്ങളുടെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാ ഇവിടെ ഇപ്പോൾ ഈ പദ്ധതി വന്നിരിക്കുന്നു, നടപ്പാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് BJP പറയാൻ പോകുന്നത്. അതിൻ്റെ പൊളിറ്റിക്കൽ മൈലേജ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ ഒരു യാഥാർത്ഥ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, രാജ്യത്ത് 71 പദ്ധതികൾക്കാണ് VGF നൽകിയിട്ടുള്ളത് കേട്ടോ. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകിയിട്ടുള്ളത് 71 പദ്ധതികൾക്കാണ്. 71 പദ്ധതികൾക്കാണ് ഇതുവരെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ VGF നൽകിയിട്ടുള്ളത്. ആകെ 71 പദ്ധതികൾക്കാണ്. അതിൽ 70 പദ്ധതികൾക്കുണ്ടല്ലോ ഗ്രാൻഡായിട്ടാണ് നൽകിയിട്ടുള്ളത്. 70 പദ്ധതികൾക്കും ഗ്രാൻഡായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഒരു പദ്ധതിക്ക് മാത്രമേ ഈ പറയുന്ന തിരിച്ച് പൈസ വാങ്ങിക്കുന്നുള്ളൂ. അത് കേരളത്തിൻ്റെ ഈ വിഴിഞ്ഞം പദ്ധതിക്കാണ് 818 കോടി 2015 ഉണ്ടാക്കിയ ധാരണ അപ്രകാരമാണ് എന്നാണ് പറയുന്നത്. അതൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. CAPEX ഫണ്ട് തന്നു, VGF തന്നു, രണ്ടും കടമായിട്ടാണ് തന്നിരിക്കുന്നത്. ഒരു പൈസ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. കേരളത്തിൻ്റെ പദ്ധതിയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്രം ഒരു ക്രെഡിറ്റ് എടുക്കണം, ക്രെഡിറ്റ് എടുക്കേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്.